ഹലോ ഗായ്സ്, നമുക്കെല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധു എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ആർമി അതുപോലെ എയർഫോഴ്സ് നേവൽ 3 ടീം ചേർന്നിട്ട് പാകിസ്ഥാൻ അണ്ണാക്കി കയറി പൊട്ടിച്ചിട്ടാണ്. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അതായത് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളെ നെറ്റിയിലെ സിന്ധു മാഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു കണക്കിനാട്ടാ അവർ കൊടുത്തേക്കണം. അവരെ ചെയ്തങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നല്ല. എനിക്ക് 38 വയസ്സായി. പക്ഷേ ഈ 38 വയസ്സിന് മുന്നേ ആ ടൈമിൽ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ടു തുടങ്ങിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാൻ. അതുപോലെ ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് പേരെ നിരപരാധികളെ ഈ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് പല കാരണത്തിലായിട്ട്. അതുപോലെ 2008 നമ്മുടെ ഇന്ത്യനെ മുംബൈ അറ്റാക്കിൽ ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഇവിടെ ഒരുപാട് പേര് മരിച്ചു. ആ മരിച്ച ടൈമിൽ അന്നത്തെ PM-ന്റെ പകരം നമ്മൾ ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന മോദി സാറാണെങ്കിൽ ഇന്ന് ആ പാകിസ്ഥാൻ ശരിക്കൊരു വരണ്ട ഭൂമിയായി മാറിയാണ്. പാകിസ്ഥാൻ ചരിത്രത്തിൽ ഇല്ല, ഭൂപടത്തിൽ ഉണ്ടാവില്ല, ആ രൂപത്തിലാക്കിയാണ്. പിന്നെ ചരിത്രം പഠിക്കുന്ന പിള്ളേർക്ക് പാകിസ്ഥാൻ ഒരു ചരിത്രമായി മാറിയാണ്. ആ സമയത്ത് 8 ആളുണ്ടെങ്കിൽ വേറെ റേഞ്ചായി മാറിയാണ്. ഈ ഓപ്പറേഷൻ സിന്ധു എന്ന ടൈം കിട്ടില്ല. അതിന് മുന്നേ അലക്കി കളഞ്ഞിട്ടുണ്ടാവും. മൊത്തത്തിൽ ആ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ടാവും, ഭൂമി തരിശാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അതിർത്തിയിൽ ബോർഡറിൽ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഡ്യൂട്ടി ചെയ്യുന്ന ഓരോ പട്ടാളക്കാർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടിലും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ അവർ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ആർമിയെ കുറ്റം പറയുന്ന ഒരുപാട് ചട്ടകളുണ്ട്. ഇവരൊക്കെ ഒരു ദിവസം ആർമിയിലെ നൈറ്റ് പെട്രോളിങ്ങിന് അവർ കൂടെ കൊണ്ടുപോകണം. എന്താണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് കാണിക്കണം. അപ്പം അറിയാം ഈ ആർമി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ടത്. പിന്നെ നമ്മുടെ ആർമിക്ക് കിട്ടിയ ഇപ്പോഴത്തെ പവർ ഉണ്ടല്ലോ, സൂപ്പറാടാ. ഇങ്ങോട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 100 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണം. അല്ലാണ്ട് സമാധാനം പാലിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് വന്നു അതിൻ്റെ 100 ഇരട്ടിയായിട്ട് കയറി പടച്ചോ നടക്കണം. ഇത് മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ആൻഡ് ജയ് ഹിന്ദ്.